ഫിഫ്ത്ത് ഇനിക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും തമ്മിലുള്ള റിലേഷനാണ്. അപ്പം ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. ഇഫ് എ ആൻഡ് ബി ആർ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, ഇഫ് എ ആൻഡ് ബി ആർ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, if a and b are positive real numbers, comma, then their arithmetic mean is, then their arithmetic mean is, arithmetic mean എന്നുള്ള അണ്ടർലൈൻ ചെയ്യണേ. If a and b are positive real numbers, then their arithmetic mean is, then their arithmetic mean is 1/2 into a plus b. If a and b are positive real numbers, then their arithmetic mean is 1/2 into a plus b, and their geometric mean is, geometric mean ഒന്ന് അണ്ടർലൈൻ ചെയ്യണം, and their geometric mean is root ab, and their geometric mean is root ab. Next sentence, the arithmetic geometric mean inequality, arithmetic then the arithmetic geometric mean inequality, the arithmetic geometric mean inequality for AB is, arithmetic geometric mean inequality എന്നുള്ള അണ്ടർലൈൻ ചെയ്യണം. The arithmetic geometric mean inequality for a comma b is, the arithmetic geometric mean inequality for a comma b is root of ab less than or equal to 1/2 into a plus b, root of ab less than or equal to 1/2 into a plus b, with, ഇതാണ് inequality, with equality occurring if and only if, with equality occurring if and only if a equal to b, equality occurring if and only if a equal to b. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ പറയാം. If a and b are positive real numbers, comma, then their arithmetic mean is half a plus b and the geometric mean is root ab. The arithmetic geometric mean inequality for ab is root ab less than or equal to 1/2 into a plus b, with equality occurring if and only if a equal to b. അപ്പം നമുക്ക് കാണിക്കേണ്ടത് എയും ബിയും ഇനി പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ റൂട്ട് ഓഫ് എ ബി എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് എ പ്ലസ് ബി എന്നാണ് കാണിക്കേണ്ടത്. എന്നിട്ട് കാണിക്കേണ്ടത് എന്താണ്, ഈ ഈക്വാളിറ്റി വരുന്നത് എപ്പോഴാണെന്നാണ്. ഈക്വാളിറ്റി വരുവാണെങ്കിൽ അത് എ ഈക്വൽ ടു ബി ആയിരിക്കും, എ ഈക്വൽ ടു ബി ആണെങ്കിൽ ഇഫ് ആൻഡ് ഒൺലി ഇഫ് അവിടെ കാണിക്കേണ്ടത്. അപ്പം നമുക്ക് ജനറലി റൂട്ട് ഓഫ് എ ബി ലെസ് ദാൻ ഹാഫ് എ പ്ലസ് ബി എന്ന് കാണിക്കണം. എന്നിട്ട് എ ഈക്വൽ ടു ബി ആണെങ്കിൽ ഇത് ഈക്വൽ ആണെന്ന് കാണിക്കണം. അതുപോലെ ഇത് ഈക്വൽ ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആണെന്നും കാണിക്കണം. അപ്പം നമുക്ക് പ്രൂഫ് എടുക്കാം. അപ്പം അരിത്തമെറ്റിക് ജോമെട്രിക് മീൻ ഇനിക്വാളിറ്റി എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ റൂട്ട് ഓഫ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് എ പ്ലസ് ബി എന്നുള്ളതാണ് അരിത്തമെറ്റിക് ജോമെട്രിക് ഇനിക്വാളിറ്റി വരുന്നത്. അത് ഇക്വാളിറ്റി വരുന്നത് എ ഈക്വൽ ടു ബി വരുമ്പോൾ മാത്രമാണ്. ഇനി നമ്മൾ സപ്പോസ് ചെയ്യുകയാണ്, ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ നോട്ട്, ഇവിടെ കോമ എഴുതുക, എ ഗ്രേറ്റർ ദാൻ 0, ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ബി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി, ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ബി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബി, if a greater than 0 b greater than 0 and a not equal to b and a not equal to b, then എയും ബിയും പോസിറ്റീവും എയും ബിയും നോട്ട് ഈക്വലുമാണ്. ദെൻ റൂട്ട് എ ഗ്രേറ്റർ ദാൻ 0 റൂട്ട് ബി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് റൂട്ട് എ നോട്ട് ഈക്വൽ ടു റൂട്ട് ബി എന്ന് നമുക്ക് പറയാലോ. അപ്പം എയും ബിയും പോസിറ്റീവാണ്, എ നോട്ട് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എയും ബിയും പോസിറ്റീവ് ആണെങ്കിൽ റൂട്ട് എ ഗ്രേറ്റർ ദാൻ 0 റൂട്ട് ബി ഗ്രേറ്റർ ദാൻ 0 വരുള്ളൂ. പിന്നെ എയും ബിയും അൺഈക്വൽ ആണെങ്കിൽ റൂട്ട് എയും റൂട്ട് ബിയും അൺഈക്വൽ അല്ലേ വരുള്ളൂ. സ്ക്വയർ റൂട്ടുകൾ സെയിം ആവണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂസ് സെയിം ആയാലേ സ്ക്വയർ റൂട്ടുകൾ സെയിം ആവും. അപ്പോൾ എയും ബിയും നോട്ട് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ടുകളും എന്തായാലും നോട്ട് ഈക്വൽ ആയിരിക്കും.
Therefore, root a minus root b square will be greater than 0. അതെങ്ങനെയാണ് കിട്ടിയത്? നമ്മുടെ ഒരു തിയറത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എ സ്ക്വയറും ഗ്രേറ്റർ ദാൻ, അല്ലേ? നമ്മൾ എ ഗ്രേറ്റർ ദാൻ 0 പോലും വേണ്ട, എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമ്മൾ തിയറം 18ൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചായിരുന്നു, അല്ലേ? തിയറം 18 നമ്മൾ പഠിച്ചതാണ്, 18ൻ്റെ എ പാർട്ടിൽ നമ്മൾ പഠിച്ചതാണ്. എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ റൂട്ട് എയും റൂട്ട് ബിയും നോട്ട് ഈക്വൽ ആകുമ്പം റൂട്ട് എ മൈനസ് റൂട്ട് ബി നോൺ സീറോയാണ്, അല്ലേ? റൂട്ട് എയും റൂട്ട് ബി ഈക്വൽ ആണെങ്കിൽ മാത്രം റൂട്ട് എ മൈനസ് റൂട്ട് ബി 0 വരുന്നുള്ളൂ. ഇവിടെ റൂട്ട് എ നോട്ട് ഈക്വൽ ടു റൂട്ട് ബി ആണ്. റൂട്ട് എ നോട്ട് ഈക്വൽ ടു റൂട്ട് ബി ആയതുകൊണ്ട് നമുക്ക് റൂട്ട് എ മൈനസ് റൂട്ട് ബി ദ ഹോൾ സ്ക്വയർ നോട്ട് ഈക്വൽ, അത് റൂട്ട് എ മൈനസ് റൂട്ട് ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് അതിൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് റൂട്ട് എ മൈനസ് റൂട്ട് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈസ്, നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ റൂട്ട് എയുടെ സ്ക്വയർ എ മൈനസ് 2 റൂട്ട് എ റൂട്ട് ബി പ്ലസ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് വരുമല്ലോ. നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുക, റൂട്ട് എ മൈനസ് റൂട്ട് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ റൂട്ട് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ മൈനസ് 2 ഇൻറ്റു റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി പ്ലസ് ബി സ്ക്വയർ റൂട്ട് ബി സ്ക്വയർ, അപ്പോൾ അത് ബി വരും. ഇംപ്ലൈസ് എ പ്ലസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബിയെ നമുക്ക് റൂട്ട് എ ബി എന്ന് ഒരുമിച്ച് എഴുതാം. റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ ബി ആണ്. അപ്പോൾ നമ്മൾ -2 ഇൻറ്റു റൂട്ട് എ റൂട്ട് ബിയെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ 2 ഇൻറ്റു റൂട്ട് എ ബി എന്ന് കിട്ടി. ഇംപ്ലൈസ് എ പ്ലസ് ബി ബൈ 2 ഈസ് ഗ്രേറ്റർ ദാൻ റൂട്ട് എ ബി. ഇംപ്ലൈസ് റൂട്ട് ഓഫ് എ ബി ഈസ് ലെസ് ദാൻ എ പ്ലസ് ബി ബൈ 2. അപ്പോൾ നമ്മൾ എടുത്തത് എന്താണ്? എയും ബിയും പോസിറ്റീവാണ്, നോട്ട് ഈക്വൽ എന്ന് നമ്മൾ എടുത്തു. എയും ബിയും പോസിറ്റീവ് ആണെങ്കിൽ റൂട്ട് എയും റൂട്ട് ബിയും പോസിറ്റീവ് ആയിരിക്കും. ഇനി എയും ബിയും നോട്ട് ഈക്വൽ ആണെങ്കിൽ റൂട്ട് എ നോട്ട് ഈക്വൽ ടു റൂട്ട് ബി ആയിരിക്കും. എയും ബിയും നോട്ട് ഈക്വൽ ആയതുകൊണ്ട് റൂട്ട് എ നോട്ട് ഈക്വൽ ടു റൂട്ട് ബി ആയിരിക്കും. ഇനി റൂട്ട് എ നോട്ട് ഈക്വൽ ടു റൂട്ട് ബി ആകുമ്പോൾ നമുക്ക് റൂട്ട് എ നോട്ട് ഈക്വൽ ടു റൂട്ട് ബി ആയതുകൊണ്ട് റൂട്ട് എ മൈനസ് റൂട്ട് ബി എന്ന് പറയുന്നത് നോൺ സീറോ ആയിരിക്കും, അല്ലേ? റൂട്ട് എ നോട്ട് മൈനസ് റൂട്ട് ബി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം എന്താ? റൂട്ട് എ നോട്ട് ഈക്വൽ ടു റൂട്ട് ബി. അപ്പോൾ ഇത് നോൺ സീറോ ആയതുകൊണ്ട് അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. കാരണം തിയറം 18 നമ്മൾ പഠിച്ചു, ഒരു സ്ക്വയർ പോസിറ്റീവ്, ഒരു സ്ക്വയർ പോസിറ്റീവ് ആണെങ്കിൽ ഒരു റിയൽ നമ്പർ നോൺ സീറോ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ പോസിറ്റീവ് ആയി. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ പോസിറ്റീവാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് എക്സ്പാൻഡ് ചെയ്തു. എന്നിട്ട് -2 റൂട്ട് എ റൂട്ട് ബിയെ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി. റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി നമുക്ക് റൂട്ട് എ ബി എന്ന് ഒരുമിച്ച് എഴുതാം. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് എ ബി ലെസ് ദാൻ എ പ്ലസ് ബി ബൈ 2 എന്ന് കിട്ടി. റൂട്ട് ഓഫ് എ ബി ലെസ് ദാൻ എ പ്ലസ് ബി ബൈ 2. Thus, if a greater than 0, b greater than 0 and a not equal to b, then root of ab is less than a plus b by 2. ഇതിൻ്റെ അകത്തോട്ട് if a equal to b കൊടുക്കുക. If a equal to b, then എന്തായിട്ട് മാറും? റൂട്ട് ഓഫ് എ സ്ക്വയർ, ഒരു മിനിറ്റ്, നമ്മൾ ഇവിടം വരെ നിർത്തിയിട്ട് നമുക്കൊന്നും കൂടെ പറയാം. ഇപ്പം നമ്മൾ എയും ബിയും പോസിറ്റീവ് ആണ്, എ നോട്ട് ഈക്വൽ ടു ബിയും ആകും. ഇപ്പം നമുക്ക് റൂട്ട് ഓഫ് എ ബി ലെസ് ദാൻ എ പ്ലസ് ബി ബൈ 2 എന്ന് കിട്ടി. ഇതിനെ 1 എന്ന് എടുക്കാം. ഞാനൊന്ന് മായ്ക്കുവാണ്. നമുക്ക് കിട്ടിയ കാര്യം ഞാൻ ഒന്നും കൂടെ എഴുതി വെക്കാം. നിങ്ങൾ എഴുതണ്ട, ഞാൻ ഇത് ഒന്നുകൂടെ മുകളിലോട്ട് എഴുതുന്നേ ഉള്ളൂ. നമുക്ക് എ ഗ്രേറ്റർ ദാൻ 0, ബി ഗ്രേറ്റർ ദാൻ 0, എ നോട്ട് ഈക്വൽ ടു ബി, ദെൻ റൂട്ട് ഓഫ് എ ബി ലെസ് ദാൻ എ പ്ലസ് ബി ബൈ 2 എന്ന് കിട്ടി. ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇനി
ഇക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നത് എപ്പോഴാണ്? അത് നമുക്ക് അപ്പം എ നോട്ട് ഈക്വൽ ടു ബി ആകുമ്പോൾ സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി ആയിട്ട് നമുക്ക് കിട്ടി. ഇഫ് എ ഈക്വൽ ടു ബി greater than 0, then root of AB will be equal to root A into root A equal to A. A plus B by 2 will be equal to A plus A by 2 equal to A. Therefore, root of AB will be equal to A plus B by 2 എന്ന് പറയാലോ. എയും ബിയും ഈക്വൽ ആവുന്ന കേസ് നമ്മൾ എടുക്കുക. സപ്പോൾ എ ഗ്രേറ്റർ ദാൻ 0, ബി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എ നോട്ട് ഈക്വൽ ടു ബിയിൽ നമുക്ക് സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി ആണ് കിട്ടി. ഇനി നമ്മൾ സപ്പോസ് ചെയ്യുവാണ് ഇഫ് എ ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ ബി, എയും ബിയും ഈക്വൽ ആണ്, പോസിറ്റീവ് ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് എ ബി എന്ന് പറയുന്നത് എ ആയിരിക്കും, എ പ്ലസ് ബി ബൈ 2 എന്ന് പറയുന്നതും എ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? റൂട്ട് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2. ദസ് ഇവിടം വരെ ആയോ? അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് എ ബി ഈക്വൽ ടു എ പ്ലസ് ബി ബൈ എയും എ ഈക്വൽ ടു ബിയിൽ നമുക്ക് റൂട്ട് ഓഫ് എ ബി ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2 എന്ന് കിട്ടും. This proves that root of AB less than or equal to a plus b by 2 if a greater than 0 and b greater than 0. This proves that നമുക്ക് രണ്ട് കേസിലും റൂട്ട് ഓഫ് എ ബി ലെസ് ദാൻ ഇവിടെ ലെസ് ദാൻ എന്ന് കിട്ടി, ഇവിടെ ഈക്വൽ ടു എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റൂട്ട് ഓഫ് എ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2 ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0. If a greater than 0 and b greater than 0 with equality occurring if a ഈക്വൽ ടു ബി. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് എന്താ? ഇവിടെ നമ്മൾ എയും ബിയും പോസിറ്റീവായിട്ട് എടുത്തു. എ നോട്ട് ഈക്വൽ ടു ബി വന്നപ്പോൾ ഇങ്ങനെ കിട്ടി, എ ഈക്വൽ ടു ബി വന്നപ്പോൾ ഇങ്ങനെ കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? റൂട്ട് ഓഫ് എ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2 ഇഫ് എ ആൻഡ് ബി ആർ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വിത്ത് ഇക്വാളിറ്റി വന്നത് എപ്പോഴാണ്? എ ഈക്വൽ ടു ബി വന്നപ്പോഴാണ്. ഇനി നമ്മൾ തിരിച്ച് ഇക്വാളിറ്റി എടുക്കുമ്പോൾ എയും ബിയും ഈക്വൽ ആണെന്ന് കൂടെ കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ഈക്വൽ ടു വന്നപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്തത് എന്താണ്? എ ഈക്വൽ ടു ബി വന്നപ്പോൾ ഇക്വാളിറ്റി വന്നു. ഇനി തിരിച്ച് ഇക്വാളിറ്റി എടുക്കുമ്പം അത് എ ഈക്വൽ ടു ബി ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മൾ ഫസ്റ്റ് പാർട്ട് തീർന്നു. ഫസ്റ്റ് പാർട്ട് നമ്മൾ എയും ബിയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണെന്ന് എടുത്തു. എ നോട്ട് ഈക്വൽ ടു ബിയിൽ നമുക്ക് ഇത് കിട്ടി. എ ഈക്വൽ ടു ബി വന്നപ്പം ഇത് ഈക്വൽ ആണ് കിട്ടി. അതിൽ നിന്ന് നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്തു? ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട് വിത്ത് ഇക്വാളിറ്റി ഒക്കറിങ് വെൻ എ ഈക്വൽ ടു ബി. ഇത്രയും ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ടിൽ അടുത്ത പാരഗ്രാഫായിട്ട് നൗ സപ്പോസ് ദാറ്റ് സെക്കൻഡ് പാർട്ടായിട്ട് എടുക്കണേ. നൗ സപ്പോസ് that a greater than 0, b greater than 0 and now suppose that a greater than 0, b greater than 0 and root of ab equal to a plus b by 2. You suppose here squaring both sides, ab equal to a plus b by 2 the whole square, which is equal to a square plus 2ab plus b square divided by 4 എന്ന് വരും. അപ്പോൾ നമ്മൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4ab ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. നമുക്ക് 4abനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. 0 ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ മൈനസ് 4ab എന്ന് വരും. implies a square minus 2ab plus b square equal to 0 എന്ന് പറയുന്നത് 2ab minus 4ab കൂടെ minus 2ab. ഇതെന്ന് പറയുന്നത് എന്താണ്? a minus b the whole square equal to 0 implies a equal to b. അപ്പോൾ നമ്മൾ എയും ബിയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വിത്ത് ഇക്വാളിറ്റി ആണെന്ന് റൂട്ട് ഓഫ് എ ബി ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2 എന്ന് എടുത്തപ്പോൾ നമുക്ക് എ ഈക്വൽ ടു ബി എന്ന് കിട്ടി. ഓക്കെ,
എയും ബിയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വിത്ത് റൂട്ട് ഓഫ് എ ബി ഈക്വൾ ടു എ പ്ലസ് ബി ബൈ ടു എന്ന് എടുത്തപ്പോൾ നമുക്ക് എ ഈക്വൾ ടു ബി എന്ന് കിട്ടി. മുമ്പേ നമ്മൾ എ ഈക്വൾ ടു ബി എടുത്തപ്പോൾ ഇതുണ്ടെന്ന് കിട്ടി. ഇപ്പോൾ ഇതെടുത്തപ്പോൾ നമുക്ക് എ ഈക്വൾ ടു ബി എന്ന് കിട്ടി. ഇത് നമ്മൾ വളരെ സിമ്പിളാണ്. ഇത് ഈക്വാളിറ്റി എടുത്തു, എന്നിട്ട് രണ്ട് സൈഡ് സ്ക്വയർ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എ ഈക്വൾ ടു ബി എന്ന് കിട്ടി. ഇംപ്ലൈസ് എ ഈക്വൾ ടു ബി. Thus root of AB equal to A plus B by 2 implies that root of AB equal to A plus B by 2 implies that A equal to B. Implies that A equal to B. Implies that A equal to B. അപ്പോൾ നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം, അരിത്മെറ്റിക് ജോമെട്രി ഇൻഇക്വാളിറ്റി പ്രൂവ് ചെയ്തപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടെ ഓർത്തോണം. എ നോട്ട് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ 0, എയും ബിയും പോസിറ്റീവ്, എ നോട്ട് ഈക്വൽ ടു ബി എന്ന് എടുത്തപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് എ ബി ലെസ് ദാൻ എ പ്ലസ് ബി ബൈ 2 എന്ന് കിട്ടി. എന്നിട്ട് എ ഈക്വൽ ടു ബി എടുത്തപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് എ ബി ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2. നമ്മൾ ചെയ്ത രീതി ഞാൻ പറയുക. നമ്മൾ ആദ്യം ഇതെടുത്തു, എ ഗ്രേറ്റർ ദാൻ 0, ബി ഗ്രേറ്റർ ദാൻ 0, എ നോട്ട് ഈക്വൽ ടു ബി എടുത്തപ്പോൾ ഇത് കിട്ടി. എന്നിട്ട് എയും ബിയും പോസിറ്റീവാണ്, എ ഈക്വൽ ടു ബി എടുത്തപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇതാണ് സെക്കൻഡ് ചെയ്തത്. മൂന്നാമത് നമ്മൾ ചെയ്തത് എന്താണ്? റൂട്ട് ഓഫ് എ ബി ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2 എടുത്തപ്പം നമുക്ക് എ ഈക്വൽ ടു ബി കിട്ടി. അപ്പോൾ നമ്മൾ 3 പാർട്ടായിട്ടാണ് ചെയ്തത്. ആദ്യം എയും ബിയും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വിത്ത് എ നോട്ട് ഈക്വൽ ടു ബി എടുത്തപ്പോൾ ഇത് കിട്ടി. എയും ബിയും പോസിറ്റീവ് വിത്ത് എ ഈക്വൽ ടു ബി എടുത്തപ്പോൾ ഇത് കിട്ടി. ഇത് രണ്ടിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്തു റൂട്ട് ഓഫ് എ ബി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2 ഇഫ് എ ആൻഡ് ബി ആർ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. എന്നിട്ട് മൂന്നാമത് നമ്മൾ ചെയ്തത് എന്താണ്? ഇത് രണ്ടും ഈക്വൽ എന്നുള്ള കേസ് എടുത്തു. റൂട്ട് ഓഫ് എ ബി ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2 എടുത്തപ്പോൾ നമുക്ക് എ ഈക്വൽ ടു ബി എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിനെ ജനറലൈസ് ചെയ്യുവാണ്. അപ്പോൾ അതൊരു നോട്ടായിട്ട്, അഞ്ചാമത്തേൻ്റെ നോട്ടായിട്ട് അങ്ങ് ചെയ്താൽ മതി. ജനറലൈസ് ചെയ്യുവാണ്. നമ്മുടെ അരിത്മെറ്റിക് ജോമെട്രിക് മീൻ നമ്മൾ ജനറലൈസ് ചെയ്യുവാണെങ്കിൽ നോട്ടായിട്ട് എഴുതിയാൽ മതി. ദ ജനറൽ അരിത്മെറ്റിക് ജോമെട്രിക് മീൻ ഇൻഇക്വാളിറ്റി, ദ ജനറൽ arithmetic geometric mean, the general arithmetic geometric mean inequality, the general arithmetic geometric mean inequality for the positive real numbers, a1, a2, etc., an is general arithmetic geometric mean inequality for the positive real numbers a1, a2, etc., an is a1 into a2 into etc., an all raised to 1 by n, square root ന് പകരം raised to 1 by n is less than or equal to a1 plus a2 plus etc. plus an divided by 2 ന് പകരം divided by n വരും, divided by n, a1 plus a2 plus etc. an divided by n. The general arithmetic geometric mean inequality for the positive real numbers a1, a2, etc. an is a1, a2, etc. an all raised to 1 by n is less than or equal to a1 plus a2 plus etc. an divided by n, with equality occurring if and only if a1 equal to, with equality occurring if and only if a1 equal to, a2 equal to etc. ഈക്വൽ ടു എ. എല്ലാം ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഈക്വാളിറ്റി ഒക്കറിങ്, വിത്ത് ഈക്വാളിറ്റി ഒക്കറിങ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് a1 ഈക്വൽ ടു a2 ഈക്വൽ ടു a. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഇൻഇക്വാളിറ്റി ഉണ്ട്, ആറാമത്തേത്. അത് പേരുള്ള ഇൻഇക്വാളിറ്റിയാണ്, അതുകൊണ്ട് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കാവുന്നതാണ്. ബെർണോളിസ് ഇൻഇക്വാളിറ്റി 6 ആയിട്ട്. ബെർണോളിസ് ഇൻഇക്വാളിറ്റി ഇത് നമ്മൾ വേറെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ബെർണോളിസ് ഇൻഇക്വാളിറ്റി. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ -1, then if x greater than -1, then 1 plus x raised to n is greater than or equal to 1 plus nx for all n element of n. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ -1, എക്സ് -1 വലുതാണെങ്കിൽ
then 1 plus x raised to n will be greater than or equal to 1 plus nx for all n element of n. അപ്പോൾ ഇതിൻ്റെ പ്രൂഫിന് നമ്മൾ യൂസ് ചെയ്യുന്ന മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ, അതായത് മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, n ഈക്വൽ ടു 1ൽ ട്രൂ ആണ് എന്ന് കാണിക്കും, n ഈക്വൽ ടു കെയിൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് n ഈക്വൽ ടു k പ്ലസ് 1ൽ ട്രൂ ആണെന്ന് കാണിച്ചാൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ട്രൂ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. Here we use mathematical induction for proving this. When n equal to 1, 1 plus x raised to 1 equal to 1 plus x, and 1 plus nx will be equal to 1 plus nx അല്ല 1 plus 1 into x will be equal to 1 plus x. When n equal to 1, 1 plus x raised to n എന്ന് പറയുന്നത് 1 plus x ആയിരിക്കും. 1 plus x raised to n എന്ന് പറയുന്നത് 1 plus x raised to 1, അപ്പോൾ അത് 1 plus x വരും. 1 plus nx എന്ന് പറയുന്നത് 1 plus 1 into x ഉം 1 plus x ആണ്. Therefore 1 plus x raised to n is equal to 1 plus nx when n equal to 1. ഇക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, therefore 1 plus x raised to n is greater than or equal to 1 plus nx when n equal to 1. അപ്പോൾ n equal to 1ൽ ഈ ഇൻഇക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ അല്ലേ? വെൻ n ഈക്വൽ ടു 1 നമുക്ക് കാണിക്കേണ്ട 1 plus x raised to n greater than or equal to 1 plus nx എന്നായത് കാണിക്കണ്ടേ. n-ന് 1 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് 1 plus x വരും, റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് 1 plus x വരും. രണ്ടും 1 plus x ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 1 plus x raised to n greater than or equal to 1 plus nx എന്ന് കിട്ടി. Now suppose that 1 plus x raised to k is greater than or equal to 1 plus kx for k element of n. k ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുവാണ്. Now suppose that 1 plus x raised to k, kക്ക് ഇത് ട്രൂ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. Assume that this is true for n equal to k. അതാണ് നമ്മൾ ചെയ്തത്. Assume that 1 plus x raised to k is greater than or equal to 1 plus kx for k element of n. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. നൗ അടുത്ത ലൈനിൽ ഇപ്പോൾ നമ്മൾ n ഈക്വൽ ടു കെയിൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. നൗ കൺസിഡർ 1 plus x raised to k plus 1. Now consider 1 plus x raised to k plus 1. This is equal to 1 plus x raised to k into 1 plus x എന്ന് എഴുതാലോ. അല്ലേ? നമുക്ക് 1 plus x raised to k plus 1 നമുക്ക് 1 plus x raised to k into 1 plus x എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്കറിയാം 1 plus x raised to k എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 plus kx ആണ്. ഇനി x ഗ്രേറ്റർ ദാൻ -1 ആയതുകൊണ്ട് 1 plus x എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ടേമും നമുക്ക് പോസിറ്റീവായിട്ട് കിടപ്പുണ്ട്. കാരണം 1 plus x പോസിറ്റീവാണ്, 1 plus x raised to k എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 plus kx ആണ്. അപ്പോൾ നമ്മൾ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 plus kx ഇൻറ്റു 1 plus x എന്ന് എഴുതാലോ. കാരണം ഇതിനെ നമ്മൾ 2 എന്ന് വിളിച്ചു. ആദ്യത്തേത് നമ്മൾ n ഈക്വൽ ടു 1 എന്ന് വിളിച്ചു, ഇതിനെ 2 എന്നും വിളിക്കുവാണെങ്കിൽ നമുക്ക് 2ൽ നിന്ന് അറിയാം 1 plus x raised to k എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 plus kx ആണ്. അപ്പോൾ നമുക്ക് 1 plus x raised to k plus 1 നമ്മൾ ആദ്യം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. അതിൽ 1 plus x raised to kക്ക് പകരം നമ്മൾ അതിനേക്കാളും ചെറിയ 1 plus kx വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 plus kx എന്ന് വരും. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്കത് എന്ത് വരും, 1 plus kx plus x plus ഈക്വാളിറ്റി. ഇത് നേരെ എഴുതുവാണെങ്കിൽ ഈക്വാളിറ്റി നിർത്താൻ, താരോട്ട് എഴുതുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 plus kx plus x plus kx സ്ക്വയർ എന്ന് വരും അല്ലേ? ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പം ആദ്യം 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 plus kx, പിന്നെ x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x plus kx സ്ക്വയർ എന്ന് വരും.
സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് ഈ രണ്ട് ടേം ഒരുമിച്ചെടുക്കുമ്പം കെ പ്ലസ് 1 എക്സ് വരികയില്ലേ പ്ലസ് കെ എക്സ് സ്ക്വയർ എന്ന് വരും അല്ലേ. നമുക്ക് ദിസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദിസ് എന്ന് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും നമുക്ക് ഈക്വലാണ്. ഇനി നമ്മൾ നോക്കിയേ 1 പ്ലസ് എക്സ് റേസ് ടു കെ പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദിസ്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ അതിനേക്കാളും ചെറിയ നമ്പറാണ്, കാരണം കെ എക്സ് സ്ക്വയർ എന്നുള്ളത് പോസിറ്റീവ്. അപ്പോൾ നമുക്കത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ എഴുതാലോ. ഈ ഒരു ടേം മാറ്റിയാലും ഇതല്ലേ വലുത്. സോ ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പം നമുക്ക് 1 പ്ലസ് കെ പ്ലസ് 1 എക്സ് പ്ലസ് കെ എക്സ് സ്ക്വയറും 1 പ്ലസ് കെ പ്ലസ് 1 എക്സും കൂടെ കമ്പയർ ചെയ്യുമ്പം ഇതാണ് വലുത്. കാരണം ഇതിൻ്റെ അകത്ത് ഒരു പോസിറ്റീവ് ടേം, കെയും ഇൻറ്റീജറാണ്, എക്സ് സ്ക്വയർ പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ടേം നമ്മൾ ഇതിനകത്ത് ഇല്ല. അപ്പോൾ ഇതിനേക്കാളും ഒരു പോസിറ്റീവ് ടേമും കൂടെ ഉള്ളതാണിത്. അപ്പോൾ ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതായിരിക്കും വലുത്. അതുകൊണ്ട് നമുക്ക് ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് കെ പ്ലസ് 1 എക്സ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? therefore 1 പ്ലസ് എക്സ് റേസ് ടു കെ പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് കെ പ്ലസ് 1 എക്സ് എന്ന് കിട്ടി. നോക്കിയേ, n ഈക്വൽ ടു കെ പ്ലസ് 1ലും ഇത് ട്രൂ ആണെന്ന് കിട്ടി. therefore the inequality holds for n ഈക്വൽ ടു കെ പ്ലസ് 1. therefore the inequality holds for n ഈക്വൽ ടു കെ പ്ലസ് 1. the inequality holds for n ഈക്വൽ ടു കെ പ്ലസ് 1. therefore the inequality holds for all n element of n. എല്ലാ എന്നുകൾക്കും ഇത് ട്രൂ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, നമ്മൾ n ഈക്വൽ ടു 1ൽ ട്രൂ ആണെന്ന് കാണിച്ചു, n ഈക്വൽ ടു കെയിൽ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തപ്പം n ഈക്വൽ ടു കെ പ്ലസ് 1ൽ ട്രൂ ആണെന്ന് കിട്ടി. അതുകൊണ്ട് ഇൻഡക്ഷൻ വെച്ചിട്ട് നമുക്ക് ഇത് എല്ലാ എന്നുകൾക്കും ട്രൂ, എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഇത് ട്രൂ ആണ് എന്ന് കിട്ടും. നമ്മളിവിടെ ആകെ ചെയ്ത് ഇത്രേ ഉള്ളൂ. 1 പ്ലസ് എക്സ് റേസ് ടു കെ പ്ലസ് 1നെ സ്പ്ലിറ്റ് ചെയ്തു, എന്നിട്ട് 1 പ്ലസ് എക്സ് റേസ് ടു കെയെ 1 പ്ലസ് കെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്തു, എന്നിട്ട് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കിട്ടി. എന്നിട്ട് ഈ ഒരു ടേം മാറ്റിയിട്ട് എഴുതുമ്പോൾ ഇതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരും. ഇത്രേ ഉള്ളൂ.